ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും പുട്ടിനുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയറാണ്. അത് നന്നായിട്ട് കഴുകി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ ലോ ഫ്ലെയിമിലും വെക്കാം. ഇനി വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ചട്ടി വെക്കാം. അത് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ചാറ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുപയർ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് കുറച്ച് സമയം വെച്ച് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത്. ഇനി ഇത് പാകത്തിന് കുറുകി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ചെറുപയർ കറിയാണ്. തേങ്ങയൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.